നമസ്കാരം, ഞാൻ ഡോക്ടർ അമിത ഷെരീഫ്, കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്, ദയാ ഹോസ്പിറ്റൽ, തൃശ്ശൂർ. ഇപ്പോൾ പ്രായമായവരെ പ്രാണനോളം ചേർത്ത് പിടിക്കുക എന്നാണല്ലോ പറയപ്പെടുന്നത്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും പ്രായമായവരിലാണ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലായി കാണപ്പെടുന്നത്. പലപ്പോഴും പ്രായമായ ആളുകളിൽ ക്യാൻസർ വരുമ്പോൾ അവർ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞങ്ങളിൽ ക്യാൻസർ ചികിത്സ ഉണ്ടോ, അല്ലെങ്കിൽ ക്യാൻസർ ചികിത്സ ഉണ്ടെങ്കിൽ അതൊരു ക്യൂറേറ്റീവ് രീതിയിൽ ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ. അപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. ഒരു ക്യാൻസർ ചികിത്സയിൽ ഒരു പേഷ്യൻറ്റിൻ്റെ ക്രോണോളജിക്കൽ ഏജിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവരുടെ ഫങ്ഷണൽ ഏജാണ്. ഇവരിൽ ഒരുപാട് കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു പ്രായമായ ആളുടെ ക്യാൻസർ ചികിത്സ നമ്മൾ നിശ്ചയിക്കപ്പെടുന്നത്. ഒന്ന്, ആദ്യമായി തന്നെ അവരുടെ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്, അവർക്ക് ആ പ്രായത്തിലും എന്തെല്ലാം അവരുടെ ഡെയിലി ലൈഫിൽ ചെയ്യാൻ സാധിക്കും. രണ്ടാമതായി അവരുടെ ഉയരം, തൂക്കം, അവരുടെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ്, അതാണ് രണ്ടാമതായി നമ്മൾ നോക്കുന്നത്. മൂന്നാമതായിട്ട് അവരിൽ നോക്കുന്ന അവർക്ക് എന്തെല്ലാം കോമോർബിഡിറ്റീസ് ഉണ്ട്, അതായത് പ്രായ സംബന്ധമായി അവർക്ക് ഷുഗർ, പ്രഷർ, കാർഡിയാക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടോ, അതിനെന്തെല്ലാം മരുന്നാണ് അവർ കഴിക്കുന്നത്. നാലാമതായി അവരിൽ നോക്കുന്നത് അവർക്ക് ഡിപ്രഷനോ അതർ സൈക്കോളജിക്കലായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ. അഞ്ചാമതായിട്ട് അവരിൽ നോക്കുന്നത് ഇവരിൽ സോഷ്യൽ സപ്പോർട്ടുണ്ടോ. ആറാമതായിട്ട് നോക്കുന്നത് അവർക്ക് കീമോ കൊടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം ടോക്സിസിറ്റി വരാൻ സാധ്യതയുണ്ട്, പിന്നെ അവരുടെ എക്സ്പെക്റ്റഡ് ലൈഫ് എക്സ്പെക്റ്റൻസി എത്രയാണെന്നല്ല. ഇതെല്ലാം ഓർത്തിണക്കിക്കൊണ്ട് അവരെ നമ്മൾ ഈ പ്രായമായ ആളുകളെ മൂന്നായി തരംതിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഫിറ്റ് പേഷ്യൻസ്, രണ്ടാമതായി അൺഫിറ്റ് അല്ലെങ്കിൽ വൾണറബിൾ പേഷ്യൻസ്, മൂന്നാമതായി ഫ്രെയിൽ പേഷ്യൻസ്. ഈ ഫിറ്റായ ആളുകളിൽ നമ്മളെപ്പോഴും പ്രായം കുറഞ്ഞവരിൽ ചികിത്സ കൊടുക്കുന്നത് പോലെ തന്നെ അസുഖം മാറുന്ന രീതിയിൽ തന്നെ ചികിത്സിക്കാൻ സാധിക്കും. അൺഫിറ്റ് അല്ലെ വൾണറബിൾ ഗ്രൂപ്പുകാരെ നമ്മൾ കൂടുതലായും പാലിയേറ്റീവ് രൂപത്തിലുള്ള കീമോതെറാപ്പി കൊടുത്ത് അസുഖം കുറച്ചു നിർത്തുകയും അതിലൂടെ അവരുടെ ലൈഫ് എക്സ്പെക്റ്റൻസിയും ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ മൂന്നാമതായിട്ടുള്ള ഫ്രെയിൽ പേഷ്യൻസിനെ നമ്മൾ തികച്ചും ബെസ്റ്റ് സപ്പോർട്ടീവ് കെയർ, അതായത് അവരുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനുള്ള രീതിയിൽ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നീട്ടിക്കൊണ്ടു പോകുന്ന രീതിയിലാണ് ചികിത്സിക്കുക. സോ ഒരു പ്രായമുള്ള ആൾ ക്യാൻസർ ബാധിതനോ അല്ലാതെയോ ഇരിക്കട്ടെ, നമുക്ക് അവർക്ക് ഉറ്റവർക്കും ഉടയവർക്കും കൊടുക്കാൻ പറ്റുന്നത് 4 T ആണ്. ആദ്യത്തെ T ആണ് ടൈം. അവർക്ക് വേണ്ടി നമ്മൾ 24 മണിക്കൂറിൽ കുറച്ച് സമയം മാറ്റി വെക്കുക. 2 is ടോക്ക്. അവരോട് കുറച്ച് നേരം വർത്താനം പറഞ്ഞ് സമയം ചിലവഴിക്കുക. 3 is ടെലിഫോൺ. നമ്മൾ ദൂര സ്ഥലങ്ങളിലാണെങ്കിൽ അവരുടെ സുഖവിവരങ്ങൾ നമ്മൾ അന്വേഷിക്കുക, നമ്മൾ എവിടെയാണെന്ന് അവരോട് സംസാരിക്കുക, അങ്ങനെ കാര്യങ്ങൾ ചെയ്യുക. നാലാമതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടച്ച്. അവരെ ഒരു ചെറിയ കുട്ടികളെന്ന പോലെ വാത്സല്യത്തോടെ തൊടുക, കെട്ടിപ്പിടിക്കുക, ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു പ്രായമായ ആളിൽ ക്യാൻസർ പേഷ്യൻസ് വന്നാൽ ചികിത്സയുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്.